أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل. إن الله نعم يعظكم به. إن الله كان سميعا بصيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവകാശങ്ങളും കടമകളും പൂർത്തീകരണവും പരിപാലനവുമാണ് അമാനത്ത് എന്നും വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഫസ്സിറുകളൊക്കെ അമാനത്തിന് വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അമാനത്തുമായി കൊണ്ട് ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച സൂചിപ്പിച്ചു വന്നത്. സൂക്ഷിപ്പ് മുതൽ ഉത്തരവാദിത്തം, വിശ്വസ്തത എന്നിങ്ങനെ വ്യത്യസ്തമായ ആശയ അർത്ഥതലങ്ങൾ അമാനത്ത് എന്ന പദത്തിന് നമുക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ശരീഅത്ത് പടുത്തുയർത്തപ്പെട്ട മൂല്യങ്ങളിലെ ഒന്നാണ് അമാനത്ത് എന്നുള്ളത്. അല്ലാഹുവിനോടും സ്വന്തത്തോടും സമൂഹത്തോടുമുള്ള സാമ്പത്തികമുൾപ്പെടെയുള്ള എല്ലാ ബാധ്യത മേഖലകളിലും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അമാനത്ത് എന്നുള്ളത്. മറ്റു ഭാഷകളിൽ പകരം വെക്കാനില്ലാത്ത അർത്ഥവൈപുല്യവും ആശയസമ്പുഷ്ടവുമായ ഒരു പദമാണ് അമാനത്ത് എന്നുള്ളത്. 3 തലങ്ങളെ നമ്മൾ അതിനെ തിരിച്ചറിയുകയും പഠിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. മനുഷ്യനും അവൻ്റെ റബ്ബിനുമിടക്കുള്ള അമാനത്ത്, അതേപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള അമാനത്ത്, സ്വന്തത്തോടുള്ള അമാനത്ത്, ഈ 3 തലങ്ങളെ നമ്മൾ അമാനത്തിനെ ആഴത്തിൽ അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അമാനത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർത്തീകരിക്കുന്നവരാണോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അമിന എന്ന അറബി പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, ആ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് അമാനത്ത്, അല്ലെങ്കിൽ ഈമാൻ, മുഅ്മിൻ, അമീൻ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും.
വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളം ഇത്തരം കാര്യങ്ങൾ അമാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത തലത്തിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് അമാനത്താണ്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ആ ജീവിതത്തിൽ അമാനത്ത് പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പല തരത്തിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നത് എന്ന് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് കൃത്യമായി നിർവഹിക്കാത്ത ഒരു സമൂഹത്തിനും പുരോഗതി പ്രാപിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. അമാനത്ത് നിർവഹിക്കപ്പെടാത്ത ഒരു സമൂഹവും ഒരു വിധത്തിലും വിജയിച്ചിട്ടില്ല. അതുമാത്രമല്ല, ആ സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെയുള്ള പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമാനത്ത് നിർവഹിക്കാത്ത സമൂഹത്തിന് നിലനിൽക്കുവാൻ പോലും അർഹതയില്ല എന്നുള്ളതാണ്. വ്യത്യസ്ത മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അന്ത്യദിനത്തെ കാത്തുകൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക. അമാനത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ത്യദിനം അടുത്തായിരിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അമാനത്തില്ലാത്ത വിധി പ്രസ്താവനയും സാക്ഷ്യം നിൽക്കലും കച്ചവടം ചെയ്യലും തൊഴിലും ഒന്നും സത്യസന്ധത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അമാനത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കച്ചവടത്തിൽ സത്യസന്ധതയുണ്ടാവുകയില്ല, സാക്ഷ്യം നിൽക്കുന്നതിൽ സത്യസന്ധതയുണ്ടാവുകയില്ല, വിധി പ്രസ്താവിക്കുന്നതിൽ സത്യസന്ധതയുണ്ടാവുകയില്ല. അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഈ കാര്യത്തിലൊന്നും സത്യസന്ധത ഉണ്ടാവുകയില്ല എന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തട്ടിച്ചു നോക്കേണ്ട, അമാനത്തുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ച 3 മേഖലകളിൽ നമ്മൾ എത്രമാത്രം അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നു എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ സൽമാൻ റളിയല്ലാഹുവിന്റെയും അബൂ ദർദാഇന്റെയും ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന പ്രവാചകൻ മക്കക്കാരായ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ സഹോദരങ്ങളാക്കിയ ചരിത്രം വളരെ സുദീർഘമായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദാഇന് സഹോദരനായിക്കൊണ്ട് കിട്ടിയത് സൽമാൻ റളിയല്ലാഹുവിനെയാണ്. ആ സൽമാൻ റളിയല്ലാഹുവിനു പരസ്പരം സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും ഓരോ കാര്യങ്ങൾ അവിടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് സൽമാൻ റളിയല്ലാഹുവിന് ഒരു ദിവസം അബൂ ദർദാ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. തൻ്റെ സഹോദരൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. സഹോദരൻ്റെ ഭാര്യയുടെ നിൽക്കുന്നത് കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു പന്തികേടുണ്ട്. വീട്ടിൽ വന്നു. അബൂ ദർദാഇന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ഭാര്യ സൽമാൻ റളിയല്ലാഹുവിനോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഖാലത്ത് അഹൂക അബൂ ദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയ. നിങ്ങളുടെ സഹോദരനായ അബൂ ദർദാഇന് ഭൂമിയിലുള്ള സ്ത്രീകളോട് ഒരാഗ്രഹവുമില്ല. ഭാര്യ എന്ന നിലയ്ക്ക് എന്നോട് ചെയ്യേണ്ട ആവശ്യങ്ങൾ അദ്ദേഹം പൂർത്തീകരിക്കുന്നില്ല. എന്നോട് ചെയ്യേണ്ട അവകാശങ്ങൾ, എന്നോട് ചെയ്യേണ്ട അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ താങ്കളുടെ സഹോദരൻ അത് പൂർത്തീകരിക്കുന്നില്ല. സംസാരിച്ചു കൊണ്ടിരിക്കെ, കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കെ ഈ സമയത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. തൻ്റെ സഹോദരനെ കണ്ട സന്തോഷത്താൽ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി പറഞ്ഞു. കുശലാന്വേഷണങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ അവർക്ക് മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നു വച്ചു. ഭക്ഷണത്തിലേക്ക് വേണ്ടി അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാനെ ക്ഷണിച്ചു.
സൽമാനോട് ഇരിക്കുവാൻ വേണ്ടി പറഞ്ഞു, ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളും ഇതിൽ നിന്ന് കഴിക്കണം, എങ്കിലേ ഞാൻ കഴിക്കുകയുള്ളൂ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിന്ന് സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു താങ്കൾ കഴിച്ചെങ്കിലേ ഞാനും കഴിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ വാശി പിടിച്ചപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നോമ്പ് മുറിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായിക്കൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു താമസിച്ചു. രാത്രിയായപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉറക്കം ഉപേക്ഷിച്ച് നമസ്കരിക്കുവാൻ വേണ്ടി വന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിലേക്കല്ല തിരിച്ചു പോവുക, ഇപ്പോഴല്ല താങ്കൾ നമസ്കരിക്കേണ്ടത്. മടക്കി അയച്ചു. അല്പം കഴിഞ്ഞ് വീണ്ടും വന്നു, വീണ്ടും മടക്കി അയച്ചു. രാത്രിയുടെ അന്ത്യമായപ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വന്നപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഇപ്പോൾ നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പരാതിയുമായി കൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇന്നലെ സൽമാൻ റളിയല്ലാഹു അൻഹു അതിഥിയായിക്കൊണ്ട് വന്നിരുന്നു. എൻ്റെ സുന്നത്ത് നോമ്പ് മുറിച്ചു. ഞാൻ രാത്രി നമസ്കരിക്കാൻ വന്നപ്പോൾ 2 തവണ എന്നെ മടക്കി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദാഇനോട് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദാഇനോട് പറഞ്ഞത്, ഇന്നനി നഫ്സിക അലൈക ഹഖ്ക, അല്ലയോ അബൂ ദർദാ, നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, ചില അമാനത്തുകളുണ്ട്, ചില കടമകളുണ്ട്. വലി റബ്ബിക അലൈക ഹഖ്ക, നിന്റെ സൃഷ്ടാവിനോടും നിനക്ക് ബാധ്യതയുണ്ട്. വലി നഫ്സിക ഹഖ്ക, നിന്റെ അതിഥിയോടും നിനക്ക് ബാധ്യതയുണ്ട്. വ ഇന്നനി അഹ്ലിക അലൈക ഹഖ്ക, നിന്റെ ഭാര്യയോട് കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ഫഅതി കുല്ലനി ഹഖ്കൻ ഹഖ്ക, ഫഅതി കുല്ലനി ഹഖ്കൻ ഹഖ്ക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അതുകൊണ്ട് ഓരോരുത്തർക്കും നീ വകവെച്ച് കൊടുക്കേണ്ട അവകാശങ്ങൾ, അമാനത്തുകൾ നീ അത് കൃത്യമായി കൊണ്ട് വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ഒരു സംഭവത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമാനത്തുമായി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ഒരു സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നനി നഫ്സക അലൈക ഹഖ്ക, ശരീരത്തിനോടുള്ള ഒരുപാട് ബാധ്യത, അമാനത്തുണ്ട്. രാത്രി ഒരുപാട് സമയം മൊബൈലിൽ നോക്കി നിന്ന് നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കുക എന്നുള്ളത് അത് ശരീരത്തിനോട് ചെയ്യുന്ന അമാനത്തല്ലത്. നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട വ്യായാമം, വിശ്രമം ശരീരത്തിന് കൊടുക്കുമ്പോഴേ അത് അമാനത്തായി തീരുകയുള്ളൂ. എത്ര സമയം ഇന്നിൻ്റെ ലോകം, വളർന്നു വരുന്ന യുവതലമുറ ഇന്റർനെറ്റിന്റെ അടിമയായിക്കൊണ്ട് ഒരുപാട് സമയം രാത്രി അന്ത്യയാമങ്ങളിൽ 12 1 മണിക്കൊക്കെ കിടന്നുറങ്ങുകയും രാവിലത്തെ സുബഹി എഴുന്നേൽക്കുമ്പോൾ 8 മണിക്ക് പോലും നമസ്കരിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ രാത്രി എഴുന്നേറ്റ് വന്നപ്പോൾ നമസ്കരിക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിനോട് നമുക്കുള്ള ചില ബാധ്യതകളുണ്ട്, അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലി റബ്ബിക അലൈക ഹഖ്ക, നിന്റെ രക്ഷിതാവിനോട് ചിലക്ക് ബാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. വലി നഫ്സിക അലൈക ഹഖ്ക, നിന്റെ അതിഥിയോട് ബാധ്യതയുണ്ട്, ആ ബാധ്യത നീ നിർവഹിക്കണം. ഫഇന്നി അഹ്ലിക അലൈക ഹഖ്ക, നിന്റെ കുടുംബത്തോടും നിനക്ക് ബാധ്യതയുണ്ട്. എത്ര അർത്ഥവത്തായ വരികളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നിട്ട് അവസാനം പറഞ്ഞ വാക്കെന്താ? ഫഅതി കുല്ലനി ഹഖ്കിൻ ഹഖ്ക, അതുകൊണ്ട് ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ, അമാനത്തുകൾ നീ വകവെച്ചു കൊടുക്കണമെന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തം. ഇല്ലെങ്കിൽ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൃത്യമായി കൊണ്ട് മറുപടി പറയേണ്ടി വരും. നമ്മുടെ ജോലിയിലുള്ള അമാനത്ത്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ അമാനത്ത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അമാനത്ത്, മാതാപിതാക്കൾ മക്കൾക്കുള്ള അമാനത്ത്,
എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പല പ്രശ്നങ്ങളും നാട്ടിൽ സമൂഹത്തിലുണ്ടാകുമോ നമ്മുടെ മക്കളെ ബാധിക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ കാണാം. വ്യത്യസ്ത തരത്തിലുള്ള ഡാൻസുകൾ പലതും നമ്മുടെ മക്കളെ അടിച്ചേൽപ്പിക്കുമ്പോൾ എൻ്റെയും മക്കളുടെയും ഉത്തരവാദിത്വം ഒരു മാതാവ് നിർവഹിക്കണം. അവിടെ നമ്മുടെ മക്കളോടുള്ള അമാനത്ത് നമ്മൾ നിർവഹിക്കണം. മക്കൾ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം അമാനത്ത് നിർവഹിക്കണം. അത് മൗനമായി കാണേണ്ട ഒരു സമൂഹമല്ല നമ്മൾ. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക തന്നെ വേണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആളുകളുമായി ഇടപഴകുന്ന വിഷയത്തിലൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരായിരിക്കണം നമ്മൾ. തങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങൾ തങ്ങളുടെ ഉടമ്പടികളും പാലിക്കുന്നവരാണ് ഒരു വിശ്വാസികൾ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമയും തൻ്റെ രക്ഷിതാവിൻ്റെയും ഇടയിലുള്ള അമാനത്തുകൾ, എല്ലാ കാര്യങ്ങളും ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയാം. എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടും, എല്ലാ കാര്യങ്ങളും പെടും. അല്ലാതെ മറ്റാരും കാണാതെ രഹസ്യമായ ബാധ്യതകൾ, രഹസ്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും സൃഷ്ടിപരമുള്ള അമാനത്തുകൾ പോലെയുള്ള എല്ലാ കരാറുകളും ഉൾപ്പെടുന്ന ഒരു ആയത്തായിക്കൊണ്ടാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ നമുക്ക് സൂചിപ്പിച്ചിരുന്നത്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. റബ്ബിനോട് മാത്രമല്ല നമ്മുടെ അമാനത്തുള്ളത്, തൻ്റെ സഹോദരനോടുള്ള അമാനത്തുണ്ട്. തൻ്റെ സഹോദരൻ്റെ കൊടുക്കേണ്ട അവകാശങ്ങൾ, അമാനത്തുകൾ നമ്മൾ പൂർത്തീകരിക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ തങ്ങളിൽ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതൽ ഉണ്ടായിരുന്നു പ്രവാചകന്റെ അടുക്കൽ. അൽ അമീനായിരുന്നു നാട്ടിൽ. ആ അൽ അമീന്റെ കയ്യിൽ ആളുകൾ പല സാധനങ്ങളും കൊണ്ടുകൊടുക്കുമായിരുന്നു സൂക്ഷിക്കുവാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അത് അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നത്. ഇതൊക്കെ കൊടുത്തതിന് ശേഷമേ അലി നീ മക്ക വിട്ടു പോരാൻ പാടുള്ളൂ എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെന്ന. അമാനത്ത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിക്കൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അമാനത്ത് നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാഫതക മിനദ് ദുനിയ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കൊരു പ്രയാസമോ ദുഃഖമോ ഉണ്ടാവുകയില്ല. എന്നിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിദ്ഖുൽ ഹദീസ്, സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. വഹിഫുൽ അമാന, അമാനത്ത് കാത്തു സൂക്ഷിക്കുക. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുസ്നുൽ ഹുൽഖ്, സൽസ്വഭാവമുള്ളവനാവുക. വഇഫത്തുൽ മത്ഇം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ പരിശുദ്ധി നിലനിർത്തുക. 4 കാര്യങ്ങൾ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയാ. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതിലൊന്ന് എടുത്തു പറഞ്ഞത് അമാനത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാ. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ദർദാ റളിയല്ലാഹു അൻഹു തമ്മിൽ നടന്ന അമാനത്തിന്റെ ഗൗരവമായി വിളിച്ചോർത്തുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾ എന്നെ ഗവർണറായി നിശ്ചയിക്കുന്നില്ലേ? എന്നെ താങ്കൾ എന്തുകൊണ്ടാണ് ഗവർണറായിക്കൊണ്ട് നിശ്ചയിക്കാത്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദർദാ താങ്കൾ ദുർബലനാണ്. അബൂ ദർദാ താങ്കൾ ദുർബലനാണ്. നേതൃത്വ പദവിയാകട്ടെ അമാനത്താണ്. ഒരു നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളത് അത് അമാനത്തിൽപ്പെട്ടതാ. അത് എല്ലാ വിഭാഗത്തിലും
വീട്ടിലുള്ള ഗൃഹനാഥൻ നേതൃത്വം ഏറ്റെടുത്തതാ, പള്ളിയുടെ ഭാരവാഹികൾ നേതൃത്വം ഏറ്റെടുത്തതാ, ജോലിയുടെ ഉത്തരവാദിത്തം നേതൃത്വം ഏറ്റെടുത്തതാ. ഓരോ വിഷയത്തിലും നമ്മൾ നേതൃത്വമുള്ളവരാ. ആ നേതൃത്വം, ആ അമാനത്ത് എന്നുള്ളത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കേണ്ട അമാനത്ത് നമ്മൾ അത് നിർവഹിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ദുർബലനാണ്, നേതൃത്വ പദവിയാകട്ടെ അത് അമാനത്താണ്, അത് അന്ത്യനാളിൽ നിന്യതയും അപമാനവുമാണ്, ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. നേതൃത്വം യഥാവിധം ഏറ്റെടുക്കുകയും അതിൽ തൻ്റെ ബാധ്യതയായത് നിർവഹിക്കുകയും ചെയ്യാത്തവർക്കൊഴികെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1825 ഹദീസിൽ കൂടി അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക, നേതൃത്വം എന്നുള്ളത് വലിയ അമാനത്തായിക്കൊണ്ടാണ്. അത് കുടുംബത്തിൻ്റെ നേതൃത്വമുണ്ട്, സ്ഥാപനത്തിൻ്റെ നേതൃത്വമുണ്ട്, സംഘടനകൾക്ക് നേതൃത്വമുണ്ട്, സമൂഹത്തിലെ നേതൃത്വമുണ്ട്. ഇങ്ങനെ ഒരുപാട് രംഗത്ത് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. അത്ര ഗൗരവത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു കാലത്തെ അസംഘടിതർ പോലും ഇന്ന് സംഘടിതരാണ്. ഈ നേതൃത്വാണികളെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നേതൃത്വം എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നന്മയിലേക്ക് നയിക്കുന്ന സമൂഹത്തെ പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ടാണ്. തിന്മയെ കാണുമ്പോൾ അരുതേ എന്ന് പറയാൻ സാധിക്കണം നേതൃത്വത്തിന്. നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. നമ്മുടെ മക്കൾ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടുമ്പോൾ ഇസ്ലാമികമല്ലാത്തത് ഇടുമ്പോൾ അത് പാടില്ല എന്ന് പറയുവാൻ കുടുംബത്തിലെ നാഥൻ അമാനത്ത് നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അമാനത്തുകൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഗല മേഖല പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം തെക്കുവയുള്ളതായി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അമാനത്ത് എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും ആ അമാനത്ത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതൊക്കെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 48 ആയത്തിൽ ഇപ്രകാരമാണ് സൂചിപ്പിച്ചത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമാ യഇദുക്കും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവരുടെ അവകാശികൾക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നിങ്ങളിൽ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിനാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ നിങ്ങൾ അവരോട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമാനത്ത് നിങ്ങൾ പൂർത്തീകരിക്കണം. വരാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിളിച്ചു പറയണം നിങ്ങളുടെ സാഹചര്യത്തെ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട അവകാശങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ പോലും നീതിയോടുകൂടിയായിരിക്കണം. അവിടെയും അമാനത്ത് പൂർത്തീകരിക്കണം, നീതിയോടുകൂടിയായിരിക്കണം. അള്ളാഹു നിങ്ങളോട് അതാണ് കൽപ്പിക്കുന്നത്. എത്രയോ നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു തരികയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള അമാനത്ത്, മനുഷ്യർ തമ്മിലുള്ള അമാനത്ത്, സ്വന്തം നഫ്സിനോടുള്ള അമാനത്ത്, ഇതൊക്കെ കടമകൾ പൂർത്തീകരിക്കുന്നവരായിത്തീരുക. നമ്മൾ അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിശ്വാസികളായിക്കൊണ്ട് നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായിക്കൊണ്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജൂലൈ അവസാനം വരെ ഹജ്ജിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. സാമ്പത്തികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും യാത്രക്ക് അനുകൂലമായ ഒരാൾക്ക്
ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധം. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഹജ്ജിൻ്റെ അപേക്ഷ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനം വരെയുണ്ട്. അതിന് പറ്റുന്ന ആളുകൾ, നമ്മളൊക്കെ പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജ് ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹജ്ജ് ചെയ്ത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രത്യേകമായി കൊണ്ട് പറയുന്നത്, അനുഭവം കൊണ്ടാണ് പറയുന്നത്. ആരോഗ്യമുള്ള സമയത്ത് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് ഹജ്ജ് പോകുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് സാധിക്കില്ല. എല്ലാം തീർത്തിട്ട് മക്കളെ കെട്ടിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടല്ല ഹജ്ജിന് പോകേണ്ടത്. ഇസ്ലാമിലെ ഓരോ ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലത് പഠിപ്പിച്ചെന്ന കൂട്ടത്തിൽ ഹജ്ജിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണമെന്ന്. നമ്മളൊക്കെ നമ്മുടെ പാപങ്ങൾ ശുദ്ധമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പാപപരിഹാരത്തിൻ്റെ മാർഗമായിക്കൊണ്ടാണ് ഹജ്ജിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടത്. വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജും ഉംറയും നിങ്ങൾ എന്ത് ചെയ്യുക, നിർവഹിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നൊക്കെ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും, അള്ളാഹിൻ്റെ മഗ്ഫിറത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓടിയെടുക്കുക. അതിന് പറ്റിയ സാഹചര്യമാണ് ഹജ്ജ് എന്നുള്ളത്, ഉംറ എന്നുള്ളതൊക്കെ. അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നന്മകളിൽ മുന്നേറുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങളിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്നാഥ. നീ ഗഫൂറാണ് നാഥ, വദൂദാണ് നാഥ, ജബ്ബാറാണ് നാഥ, അസീസാണ് നാഥ, മുത്തക്കബ്ബിറാണ് നാഥ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്നാഥ.